അങ്ങനെ ഞായറാഴ്ചത്തെ ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റപ്പോൾ ഒന്ന് മുറ്റമൊക്കെ അടിച്ചിട്ടു. അപ്പോഴാണ് നമ്മുടെ ചെടിയുടെ ഇട ഫുള്ള്, അതായത് മുറ്റത്ത് തന്നെ ഫ്രണ്ട് ഫുള്ളായിട്ട് എന്താ പറയുക കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. എന്ന് പറയുമ്പം എന്താ പറയുക, നമ്മൾ പിന്നെ ഈ കാട് പിടിച്ച് കിടക്കുമ്പം ഇത്തിരി മടിയെ കൂടിയിട്ട് നമ്മളത് മഴ തോരട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെ ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ ഗേറ്റ് ഇടുന്നുള്ളതുകൊണ്ട് ഞാൻ കരുതി ഫ്രണ്ട് ഒരു ഭംഗിക്കാകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കരുതി എന്തായാലും മഴ പെയ്യുന്നുണ്ട്, ശരി അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരത്തെ എൻ്റെ പ്രയത്നമായിരുന്നു അത് മുറ്റം ഒന്ന് വൃത്തിയാക്കി എടുത്തത്. നിങ്ങൾക്ക് കാണുമ്പം പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നുന്നു സ്പീഡിലിട്ടേക്കുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനും മേല് കഴുകി, മോളും മേല് കഴുകിയിട്ടൊക്കെ വന്നു. പിന്നെ എന്താ പറയുക, ഞങ്ങളൊന്ന് മേക്കപ്പൊക്കെ ചെയ്ത്, മേക്കപ്പ് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല, ഒന്ന് ക്രീമൊക്കെ ഇട്ട് കേട്ടോ. ഒരു ലോഷൻ ഇടുന്നുണ്ട് നമ്മുടെ മാമ-എർത്തിൻ്റെ, അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ഞങ്ങളൊന്ന് സുന്ദരികളായിട്ടിരുന്ന് ഞങ്ങൾ പരസ്പരം ഉമ്മൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് മോളുടെ കൈ എവിടെയോ കൊണ്ട് പോറിയതാണ് കളിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ. അപ്പോൾ അത് കാണിച്ച് പറയുകയാണ്, എന്നിട്ട് അമ്മാമ്മയാണ് അടിച്ചതാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. വെറുതെയാണ്, കള്ളത്തരമാണ് ഫുള്ള്. ആരെങ്കിലുമൊക്കെ അവളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു എന്താ പറയുക മുറിവോ എന്തെങ്കിലും ഉണ്ടായാൽ അത് ആരെങ്കിലുമൊക്കെ തലയിലങ്ങ് കൊണ്ടിടും കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ നോക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്ത് നന്നായിട്ട് കുരുക്കളും പാടുകളും മാറി കേട്ടോ. എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം എന്തോരം കുരുക്കളും പാടുകളുമായിരുന്നു എൻ്റെ മുഖത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു റൊട്ടീൻ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. വേറെ വലിയ വില കൂടിയതൊന്നും അല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ പ്രാർത്ഥിക്കാൻ പിടിച്ചിരുത്തിയ ആളാണ് സത്യം പറഞ്ഞാൽ മുട്ടായി വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിന് പിണങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. ഫുഡിന് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ റൈസ്, ഒരു വെജിറ്റബിൾ റൈസ് പോലെ ഉണ്ടാക്കി. അപ്പോൾ അതും അതിൻ്റെ കൂടെ ഒരു എഗ്ഗും കൂടെ എന്താ പറയുക നമ്മൾ ചിക്കി പൊരിച്ചിട്ട് അതും കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് നൈറ്റും അത് തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ കൂടെ ഒരു കോളിഫ്ലവർ കറിയും കൂടെ ഉണ്ടാക്കും. അതിന് ചേട്ടൻ വന്നാലേ നടക്കത്തുള്ളൂ, അല്ലാതെ മോളെയും വെച്ചുകൊണ്ട് എന്തായാലും എൻ്റെ ഈ പണികളൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.